ബലവാനെതിരെ ബലഹീനനെ സഹായിക്കുന്ന ദൈവം. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ പരിശീലനം സിദ്ധിച്ച പടയാളികളായിരുന്നു. ശത്രുവിനെതിരെ പടപൊരുതി ജയിച്ച പാരമ്പര്യവും അനുഭവസമ്പത്തും ഉള്ളവർ. ശൗൽ അക്കാലത്തെ അതിശക്തനായ ഒരു രാജാവായിരുന്നു. ശക്തമായ ഒരു സായുധ സേനയുടെ രാജാവ്. എത്ര വലിയ ശക്തിയോടും കിടപിടിക്കുവാനും പടപൊരുതുവാനും പ്രാപ്തിയുള്ള ഒരു കൂട്ടർ. പക്ഷേ ദാവീദ് ഒരു സൈനികനായിരുന്നില്ല. പടപൊരുതി ശീലമില്ല, യുദ്ധാഭ്യാസങ്ങൾ അഭ്യസിച്ചിട്ടില്ല, ഇന്നുവരെ യുദ്ധമുഖത്ത് ഒരു ചെറിയ ശത്രുവിനെ പോലും പൊരുതു തോൽപ്പിച്ച അനുഭവ സമ്പത്തില്ല. വളർന്നു വന്ന പ്രായം മുതൽ കാട്ടിൽ ആടുകളെ മേയിച്ചു നടന്ന ഒരു നാട്ടിൻപുറത്തുകാരൻ ബാലൻ. നേരം പോക്കിനായി ഒരു വീണയും ആടുകളുടെ സംരക്ഷണത്തിനോ വിനോദത്തിനോ ആയി ഒരു കവിണയും മാത്രം കയ്യിലുള്ളവൻ. ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത ഒരു തനി നാടൻ യുവാവ്. പക്ഷേ ഗോല്യാത്തിന്റെ വാക്കുകൾ കേട്ട് ശൗലും ദാവീദിന്റെ അഗ്രജരും ഉൾപ്പെടുന്ന യോഗ്യന്മാർ എല്ലാവരും ഭയപ്പെട്ട് ഭ്രമിച്ച് പിന്മാറിയപ്പോൾ ഒരു യോഗ്യതയും പ്രാപ്തിയുമില്ലാത്ത ബാലനായ ദാവീദ് പറയുന്നു, ഇവന്റെ നിമിത്തം, ഈ ഗോല്യാത്തിന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും. ആയുധം പോലുമില്ലാതെ കാട്ടിലെ വിനോദോപാധിയായ കവിണയും കല്ലും കൊണ്ട് ദാവീദ് പൊരുതി വിജയിച്ചു. പ്രാപ്തിയുള്ളവർ പരാജയപ്പെട്ട സ്ഥാനത്ത് പ്രാപ്തിയില്ലാത്ത ദാവീദ് വിജയിക്കുവാൻ കാരണമെന്തായിരുന്നു? ഒന്ന്, ശൗലും പടയാളികളും അവരുടെ സൈന്യബലത്തിലും പരിശീലനത്തിലും ആയുധ ശേഖരത്തിലും അനുഭവ സമ്പത്തിലും വിശ്വസിച്ചവരായിരുന്നു. പക്ഷേ ദാവീദ് ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയിലാണ് വിശ്വസിച്ചത്. രണ്ട്, ശൗലും പടയാളികളും മനുഷ്യരിൽ നിന്ന് പരിശീലനം നേടിയവരായിരുന്നു. പക്ഷേ ദാവീദിന്റെ പരിശീലകൻ മനുഷ്യനായിരുന്നില്ല, ദൈവം ആയിരുന്നു. മൂന്ന്, ശൗലും പടയാളികളും ആയുധമേന്തി യുദ്ധം ചെയ്ത് പരിശീലിച്ചവർ ആയിരുന്നു. പക്ഷേ ദാവീദ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടു പോരാടിയവനായിരുന്നു. നാല്, ശൗലും കൂട്ടരും ഗോല്യാത്തിന്റെ ഉയരവും ശക്തിയും കണ്ട് അമ്പരന്നു. പക്ഷേ ദാവീദ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ശക്തി കണ്ട് അതിൽ ആശ്രയിച്ചു, അതിൽ വിശ്വസിച്ചു. അഞ്ച്, ശൗലും കൂട്ടരും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ പരിച ധരിക്കുന്നവർ ആയിരുന്നു. പക്ഷേ ദാവീദിന്റെ പരിചയും പലകയും യഹോവ ആയിരുന്നു. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉയരുമ്പോൾ കഴിവും പ്രാപ്തിയും ആയുധ സന്നാഹങ്ങളും അനുഭവ സമ്പത്തും കൊണ്ട് നമുക്ക് വിജയിക്കുവാൻ കഴിയില്ല എന്ന സത്യം നാം എപ്പോഴും തിരിച്ചറിയുക, ഓർത്തിരിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ നിന്ന് പരിശീലനം നേടുക, ആത്മാവിൽ യുദ്ധം ചെയ്യുക, ദൈവശക്തിയിൽ ആശ്രയിക്കുക, ധൈര്യപ്പെടുക, യഹോവയെ പരിചയാക്കുക. അങ്ങനെ ചെയ്താൽ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരു ഗോല്യാത്തിനും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയില്ല, നമ്മെ തകർക്കുവാൻ കഴിയില്ല. ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാനും ദൈവകൃപയിൽ വളരുവാനും ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത വിധം ആത്മീയ പോരാട്ടത്തെ നിങ്ങൾ നേരിടുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് പരിശീലനം നേടി ആത്മാവിൽ യുദ്ധം ചെയ്താൽ ആ ബന്ധനത്തെ നിങ്ങൾക്ക് തകർക്കുവാൻ കഴിയും. തലമുറകളുടെ നന്മകൾ തടയപ്പെടുമ്പോൾ, അവർ ദൈവ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ, മാനസികമായും ബുദ്ധിപരമായും വൈകാരികമായും അവർ തിരിച്ചടികളെ നേരിടുമ്പോൾ, വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറുവാൻ കഴിയാതെ അവർ തടസ്സങ്ങൾ നേരിടുമ്പോൾ, അവർ ഡിപ്രഷന് അടിമകളാകുമ്പോൾ, കൗൺസിലിങ്ങും ഉപദേശങ്ങളും വ്യക്തിത്വ വികസന പരിശീലനവും ഒക്കെ നല്ലതാണെങ്കിലും ഒരു ആത്മീയ പോരാട്ടത്തിന് നാം തയ്യാറെടുക്കുക. വിശ്വാസത്തോടെ, കണ്ണീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പരിശീലകനാകാൻ ദൈവത്തോട് അപേക്ഷിക്കുക. യെശയ്യാ പ്രവചനം 54:13 ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതും ആയിരിക്കും. അതെ, ആത്മാവിൽ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. അവരുടെ സംരക്ഷണത്തിനായി ദൈവത്തെ അവരുടെ പരിചയാക്കുക. ദൈവദാസന്മാരോട് പറയട്ടെ, ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയാതെ യുദ്ധം നേരിടുന്ന അനുഭവങ്ങൾ പലപ്പോഴും നിങ്ങൾക്കുണ്ടായേക്കാം. ദൈവശാസ്ത്രപരമായ അറിവിലും അനുഭവ സമ്പത്തിലും വേദപാണ്ഡിത്യത്തിലും ഒട്ടും ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ആത്മാവിൽ പോരാടുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. വചന ശുശ്രൂഷ, പ്രസംഗങ്ങൾ ദൈവത്തിനു വേണ്ടി പിശാചിനെതിരെയുള്ള ഒരു യുദ്ധമാണെങ്കിൽ കുറിപ്പുകളും നോട്ടുകളും റെഫറൻസുകളും നമ്മുടെ ആയുധമാക്കാതെ ആത്മനിറവിൽ പ്രസംഗിക്കുക. അതെ, ഗോല്യാത്ത് നിങ്ങളുടെ മുൻപിൽ നിശ്ചയമായിട്ടും വീഴും. ബുദ്ധി കൊണ്ട് പ്രസംഗങ്ങൾ തയ്യാറാക്കാതെ ദൈവം തരുന്ന വചനങ്ങൾ ആത്മനിറവിൽ പ്രാർത്ഥനയോടുകൂടെ ധ്യാനിക്കുക. വചനമായുള്ള ധ്യാനം ആത്മനിറവിലുള്ള ആരാധനയായിട്ട് മാറട്ടെ. അതിനുശേഷം എഴുന്നേറ്റ് നിന്നാൽ ജയം ഉറപ്പാണ്. ദൈവം ജയം തരും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഒരു യുദ്ധമുഖത്തായിരിക്കാം. നാളുകളായി അലട്ടുന്ന രോഗങ്ങൾ, കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികൾ, എല്ലാ ശ്രമങ്ങൾ നടത്തിയിട്ടും എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും മാറാത്ത പ്രശ്നങ്ങൾ, ജോലിയിലും തൊഴിലിലും അനുഭവപ്പെടുന്ന പ്രതികൂലങ്ങൾ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ, മക്കളുടെ മറുതലിപ്പും വഴിതെറ്റലും അവരുടെ നന്മകളുടെ തടയപ്പെടലും, ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയാതെ നമ്മെ തടയുന്ന പോരാട്ടങ്ങൾ,
എന്തുമാകട്ടെ, ഏത് പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കുക, ഒരു വിജയം നമുക്ക് നിശ്ചയമായിട്ടും ഉണ്ടാകും. 4 തരത്തിലുള്ള വിടുതലുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ദൈവത്തിൽ നിന്നും. 4-ൽ ഏതെങ്കിലും ഒന്ന്. ഒന്നാമത്തത്, പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലുകൾ. പിന്നീട് നമുക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയും. രണ്ടാമത്തേത്, നിത്യതയിലേക്കുള്ള പ്രവേശനം. ഈ ലോകത്തിൽ പിന്നെ ഒരു വിടുതലിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാകില്ല. മൂന്നാമത്തേത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. അതെ, രൂപാന്തരം പ്രാപിച്ചവരായി ഒരു പ്രതികൂലവുമില്ലാത്ത സ്വർഗ്ഗസിയോനിൽ നമുക്ക് അതിനുശേഷം വസിക്കുവാൻ കഴിയും. അഞ്ചാമത്തേത്, മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളും സംഭവിക്കാത്ത പക്ഷം ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ ദൈവം നമ്മെ നിറച്ച് ജയോത്സവമായി നമ്മെ വഴി നടത്തും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് നമുക്കും പറയാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു എന്ന് അരുളി ചെയ്ത അരുമനാഥൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല. അവൻ്റെ വാഗ്ദത്തം നമുക്ക് ഉണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അതെ, ബലമേറിയ ശത്രു നമുക്കെതിരെ കടന്നു വരുമ്പോൾ ബലഹീനരായ നമ്മെ സഹായിക്കുന്ന ദൈവം നമുക്കുണ്ട്. യഹോശഫാത്ത് ദൈവത്തോട് പറഞ്ഞതുപോലെ, കർത്താവെ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. അതെ, ദൈവമല്ലാതെ മറ്റാരുമില്ല. ദൈവം നിശ്ചയമായിട്ടും നമ്മുടെ പക്ഷത്തുണ്ട്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? വചനം നമ്മെ ഉറപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അതെ, യഹോവ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് മനുഷ്യനാകട്ടെ, ഏതൊരു സാഹചര്യവുമാകട്ടെ, എന്നെ തകർക്കുവാൻ കഴിയില്ല എന്ന വിശ്വാസത്തോടെ, ഉറപ്പോടെ മുന്നേറുക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.